ശരിക്കും അനുമോളുടെ എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരുന്ന ഗെയിമിനെ ഒന്ന് പിടിച്ച് നേരെ ആക്കാനായിട്ട് ശോഭയും അതുപോലെ ഷിയാസും ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഷിയാസാണ് എടുത്ത് ആ പാവ എടുത്ത് കളയുന്നത് കേട്ടോ. ഇപ്പോൾ ലൈവിൽ അത് കഴിഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട്, നീ പേടിക്കേണ്ട, നിനക്ക് പുറത്തിറങ്ങിയിട്ട് ഇതുപോലെ എത്ര എണ്ണം വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം, അല്ലെങ്കിലും ഈ പാവ അവരോടെ സേഫ് ആയിട്ട് വെക്കും, പക്ഷേ ഇതിനകത്ത് ഇത് വേണ്ട എന്ന് ഷിയാസ് പറയുന്നുണ്ട്. ഒരു നല്ല ഇൻറ്റൻഷനോടെ ചെയ്തതാണേ അത്. അതുപോലെ തന്നെ ശോഭ അനുമോള് കരഞ്ഞ് നേരെ ഡ്രസ്സിംഗ് റൂമിനകത്ത് പോയി അലറി കരയുമ്പോൾ ശോഭ ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ എന്തിനാണ് വന്നത്? നീ ഇവിടെ ഗെയിം കളിക്കാനല്ലേ വന്നത്? ഈ ജീവിതത്തിൽ ഇതുപോലെ പലതും നഷ്ടപ്പെടും, അപ്പോൾ ഇതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ അതിനെ സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യണം. നീ ഇവിടെ വന്നത് ഗെയിം കളിക്കാനാണ്, നീ ഗെയിം കളിക്കണം, അല്ലാതെ നീ ഇപ്പോൾ പാവയും പിടിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭ വളരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നന്നായി. കാരണം അനുമോളുടെ ഗെയിം എവിടേക്കോ എങ്ങനെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാവ മറ്റേ ഒരു സില്ലി ഗെയിമിലോട്ട് പോയി. കുറച്ചും കൂടെ ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് അനുമോൾ ഗെയിം കളിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രവൃത്തിയിലൂടെ ഒരു ഗെയിമിൽ ഒരു ടേണിംഗ് പോയിന്റ് അനുമോൾക്ക് ചിലപ്പോൾ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും.